ഞാനിവിടെ വയനാട്ടിൽ വന്ന് സെറ്റിലാകണം എന്ന് ആഗ്രഹിച്ച അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത്. ഞാൻ ആദ്യം ഒരു തവണ ഇവിടെ വന്ന് പിന്നെ സ്ഥലം നോക്കി, പക്ഷേ ആ സമയത്ത് എനിക്ക് ഈ സ്ഥലം കയ്യിൽ വന്നില്ലായിരുന്നു. പിന്നെ അപ്രതീക്ഷിതമായ ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് ഈ സ്ഥലം എൻ്റെ കയ്യിലേക്ക് വരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ മൊത്തം മാറി. ഒരു മേഘവിസ്ഫോടനം വന്നു. ഇവിടെ അടുത്ത് ഒരു 3 വീടുകൾ ഉരുൾപൊട്ടലിൽ പിന്നെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ ആളപായം ഒന്നും ഉണ്ടായില്ല. ഞാൻ വാങ്ങിച്ച് മാസങ്ങൾക്കുള്ളിലായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ സൈറ്റ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന വയനാടാണ്. ആൻഡ് ഇറ്റ്സ് അഡ്ജസൻറ്റ് ടു റോക്കി ഹിൽ. നമ്മുടെ സൈറ്റിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഒരു ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ ആണ്, വിച്ച് ഇസ് എൻ ഐക്കോണിക് ലൊക്കേഷൻ ഓഫ് ദി സൈറ്റ്. ആൻഡ് നമുക്ക് സൈറ്റിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഇന്ത്യൻ റോസ്വുഡ് ട്രീ ഉണ്ട്. ദ ട്രീ ഓൾസോ ഹാഡ് എ വെരി ഇമോഷണൽ കണക്ട് ടു ദ ക്ലൈൻറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ സൈറ്റ് സെറ്റിംഗ് ഇറ്റ് സെൽഫ്. നമുക്കൊരു ഹ്യൂജ് റോക്കി ടെറൈൻ നമ്മുടെ സൈറ്റ് സെറ്റിംഗ് ആയിട്ട് കാണാം, വിച്ച് ഫോംസ് ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ദ ഹൗസ്. ഇത് കൂടാണ്ട് വി ഹാഡ് ലോട്ട് ഓഫ് ചാലഞ്ചസ് ഓൾസോ. ദ സൈറ്റ് ഹാഡ് എ ഹിസ്റ്ററി ഓഫ് ലാൻഡ് സ്ലൈഡ് 2 years ബാക്ക്. ആൻഡ് ഓൾസോ നമ്മുടെ സൈറ്റ് സെറ്റിങ്ങിൽ തന്നെ ആ റോക്കി ടെറൈനിൽ തന്നെ ഡ്യൂറിങ് ഹെവി മൺസൂൺ ഇറ്റ് ബിക്കംസ് ലൈക്ക് എ വാട്ടർഫോൾ. ആൻഡ് ഓൾസോ ദർ വർ 2 പാലിയേറ്റീവ് റിവേഴ്സ് വിച്ച് വാസ് കട്ടിങ് ത്രൂ ദ സൈറ്റ്. നമ്മളൊരു 1 to 1.5 meters ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു സീ എ സ്ട്രീം ഫ്ലോയിങ് അണ്ടർനീത്ത്. And also there are a lot of stones which are settled in the top of this hill. So in case of an heavy wind there is a chance of stone fall to the site. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇനീഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾമോസ്റ്റ് ടുക്ക് us 6 months to complete the entire site analysis. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നെഗറ്റീവ്സ് ആയിരുന്നു. എല്ലാ ആളുകളും ഭയങ്കര നെഗറ്റീവ്സ് ആയിരുന്നു. ഉരുൾപൊട്ടൽ നടന്നു, പിന്നെ അവിടെ ഒരു വീട് വെക്കുന്നു, മാറ്റി ചിന്തിക്കുക, അങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഉരുൾപൊട്ടൽ നടന്നു, അത് അന്നത്തെ ഒരു സിറ്റുവേഷൻ. ആ ഉരുൾപൊട്ടലിന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന സയൻറ്റിസ്റ്റുകളോടും കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുന്ന അവസരത്തിൽ അവർക്ക് എൻ്റെ സ്ഥലത്തിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം. ഇതിൻ്റെ ചുറ്റും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എവിടെ വേണമെങ്കിലും പ്രശ്നങ്ങൾ വരാം, പക്ഷേ എൻ്റെ നല്ല സേഫായ സ്ഥലം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഒരു മേജർ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് ആക്ച്വലി ഈ സൈറ്റിൻ്റെ 2 എഡ്ജിലൂടെ ആയിരുന്നു. സോ ആ ഒരു എഡ്ജ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറയുന്നത്. അതിന് ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് പ്ലാന്റഡ് ബാംബൂസ് ഇൻ ദാറ്റ് സ്പേസ്. അപ്പോൾ ആ ബാംബു തന്നെ ആ ഒരു സോയിലിനെ റിജിഡൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ഒരു മേജർ വാട്ടർഫോൾ എവിടെ വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് ആ ഒരു പോർഷൻസിലായിട്ട് ഞങ്ങൾ കുറച്ച് ട്രഞ്ചസ് ഡിസൈൻ ചെയ്തു. ഒരു 1 to 2 meters ഡിഗ് ചെയ്തിട്ട് വി ഹാവ് ഫിൽഡ് ഇറ്റ് വിത്ത് റോക്ക് ആൻഡ് ക്രിയേറ്റഡ് ആൻ ആർട്ടിഫിഷ്യൽ ഡ്രെയിനേജ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന എല്ലാ വെള്ളവും കളക്ട് ചെയ്തിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് സ്ട്രീമിലോട്ടാണ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ലാൻഡ്സ്കേപ്പ് ഞങ്ങളെ സംബന്ധിച്ച് ഇറ്റ് ഇസ് മോർ അബൌട്ട് പ്രൊട്ടക്ടിങ് ദ സൈറ്റ് റാദർ ദാൻ ഇൻട്രൊഡ്യൂസിങ് എനി ഫോറിൻ പ്ലാൻ. ഇനീഷ്യലി ഞങ്ങളൊരു ലിഡാർ സർവേ ചെയ്തായിരുന്നു. ഓൾസോ ഒരു ഡ്രോൺ സർവേയും ചെയ്തു. അതിന് വി ഹവ് മാർക്ക്ഡ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ റോക്ക് വിച്ച് ഇസ് സെറ്റിൽഡ് അറ്റ് ദ ടോപ്പ്. ആൻഡ് വി ഈവൻ കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദ റോക്ക് ഇൻ കേസ് ഇഫ് ഇറ്റ് ഫോൾസ് ടു ദ സൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വി ഹവ് ക്രിയേറ്റഡ് എ ബഫർ സ്പേസ് വിത്ത് എ റിട്ടൈനിങ് വാൾ. സോ ഇൻ കേസ് ഇഫ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ സ്റ്റോൺ ഫോൾ, ആ ഒരു സ്റ്റോൺ സേഫായിട്ട് ഒരു ബഫർ സോണിൽ വന്ന് സെറ്റിൽ ചെയ്ത് നിൽക്കും. നമ്മൾ വീട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡയറക്റ്റ്ലി സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത് ഈ ഒരു കടപ്പ സ്റ്റോൺ ഫ്ലോറിങ്ങിലാണ്, വിച്ച് ഇസ് ആക്ച്വലി എ റിഫ്ലക്ഷൻ ഓഫ് ദ റോക്കി ടെറൈൻ ദാറ്റ് യു സീ ബിഹൈൻഡ്. നമ്മുടെ എൻട്രൻസ് ഫോയർ ഏരിയ ആണ്. വി ഓൾസോ കോൾ ദിസ് ആസ് ദ ഫസ്റ്റ് പോസ്റ്റ് പോയിന്റ് ഓഫ് ദ ഹൗസ്. Behind me you can see a circular cutout. So this actually gives you the first impression of the Chembra Peak view. So ഒരു element of surprise ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. It's from where we enter to the house. നമ്മൾ ഡോറ് തുറന്ന് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യുന്ന ലിവിങ് സ്പേസിലോട്ടാണ്. ഈ ഒരു വീടിൻ്റെ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്പേസിൽ നിന്നാലും നമുക്കൊരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ സീ ദർ ആർ ലോട്ട് ഓഫ് പോക്കറ്റ്സ് ഡിസൈൻഡ്. There are a lot of post points within the house. പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് നേച്ചറിനെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. You can also see there are some skylights designed. ഇതൊരു പൂജാ സ്പേസ് ആണ്. And there is a skylight designed on top. So during a morning hour
ഒരു ലൈറ്റ് ആൻഡ് ഷാഡോ പാറ്റേൺ ഈ ഒരു ഏരിയയിലായിട്ട് ഫോളോ ചെയ്യും, വിച്ച് ഇൻ ടേൺ ക്രിയേറ്റ്സ് എ വെരി ഡിവൈൻ ഫീലിംഗ് ടു ദാറ്റ് സ്പേസ്. ലിവിങ് സ്പേസിൽ നമുക്ക് നേരെ കാണുന്നത് ബെഡ്റൂം സ്പേസ് ആണ്. ആ ബെഡ്റൂം സ്പേസിലും നമ്മൾ ഫുള്ളി ഫ്ലാൻസ് വിത്ത് ഗ്ലാസസ് ആണ് ഓൺ വൺ സൈഡ്. ആൻഡ് അതിൽ തന്നെ നമ്മൾ ആ ഒരു ക്രോസ് വെന്റിലേഷൻ എഫക്റ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അതൊരു ക്രോസ് വെന്റിലേഷൻ കൊണ്ടുവരാനും ആ ഒരു തെർമലി ആ റൂം ഒന്ന് കൂൾ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ലൂവേഴ്സ് ആണെങ്കിലും അതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ബാത്റൂമും ബെഡ്റൂമിൽ നമ്മൾ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനും നമുക്കൊരു പുറത്തേക്കുള്ളൊരു വ്യൂ, അതായത് ആ റോക്കി ടെറൈൻ കാണുന്ന രീതിയിൽ നമ്മൾ ഒരു ഗ്ലാസ് വാൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ഈ ഒരു പോർഷൻ. സോ ഈ ഇവിടെ നിന്നും നമുക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ ടുവേർഡ്സ് ദി ഔട്ട് സൈഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ബോത്ത് വാൾസ്, ഈ കാണുന്ന ഈ രണ്ട് മെയിൻ വാൾസും നമ്മൾ 30 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ടു ഗിവ് ദാറ്റ് ആ ഒരു ബോക്സ് എഫക്റ്റും അതേസമയം നമുക്ക് തെർമലി ദി ഹോൾ ഹൗസ് ഇസ് ഓൾസോ തെർമലി വെരി മച്ച് കൂൾഡ് ഇൻസൈഡ്. From the bed space, there is a direct connection to the balcony space also. Usually നമ്മളൊരു എൻട്രൻസ് ഏരിയയിലാണ് വരാന്ത സ്പേസ് കൊടുക്കാറ്, ബട്ട് ഹിയർ വി ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. നമ്മുടെ ഈ ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഈ ഒരു വരാന്ത അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് സ്പേസ് ആയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് 2.6 മീറ്റർ കാൻറ്റിലിവേർഡ് ബ്ലോക്ക്. അതിനൊരു റീസണും കൂടെ ഉണ്ട്. നമുക്ക് വയനാട് ഒരുപാട് വൈൽഡ് ആനിമൽസിൻ്റെ ത്രെറ്റ് ഉള്ളൊരു സ്ഥലമാണ്. സോ ദിസ് ആക്ച്വലി ഗിവ്സ് യു എ വെരി സേഫ് ഫീലിംഗ് ആൻഡ് ഓൾസോ ഒരു ബാൽക്കണി കൈൻഡ് ഓഫ് ഫീലിംഗ് നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്നാൽ കിട്ടും. ആൻഡ് ഓൾസോ യു ക്യാൻ എൻജോയ് ദ വ്യൂ ഓഫ് ദ ചെമ്പ്ര പീക്ക് ഇൻ ദ ഫുള്ളസ്റ്റ് ഫോം. ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് നേരെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കിച്ചണിലേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. സോ കിച്ചണിൻ്റെ രണ്ട് സൈഡ്സും ബോത്ത് സൈഡ്സ് ആർ ഓൾസോ ഫ്ലാൻസ്ഡ് വിത്ത് ഗ്ലാസസ്. അതായത് രണ്ട് സൈഡിൽ കൂടെയും നമുക്ക് എക്സ്റ്റീരിയറിലേക്കുള്ളൊരു വ്യൂവും കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ എക്സ്റ്റീരിയർ, അതായത് എനിവെയർ എനി ടൈം ഇൻസൈഡ് ദി ഹൗസ് യു ഗെറ്റ് ടു എക്സ്പീരിയൻസ് ദി വിഷ്വൽസ് ഓർ ദി ഇവൻറ്റ്സ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. ദ കിച്ചൺ ഇസ് കെപ്റ്റ് ആസ് എ സെപ്പറേറ്റ് ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഗ്ലാസ് ഫസാഡ്സ് കൊടുത്തിട്ടുണ്ട് ടു ഗിവ് ദി ആക്സസ് ആൻഡ് വി ഹാവ് ദി വർക്ക് ഏരിയാസ് ആൻഡ് ദി അതർ സ്പേസ് ഓൾസോ ഹാപ്പനിങ് ഹിയർ. ഒരു ഇൻട്രസ്റ്റിംഗ് എലമെൻ്റ് ഉണ്ട്. എല്ലാ പ്രോജക്റ്റിലും വി ഓൾവേസ് ലുക്ക് ഫോർവേഡ് കളക്ടിങ് മെറ്റീരിയൽസ് വിച്ച് ഓഫ് വിത്തിൻ ദ 10 കിലോമീറ്റർ റേഡിയസ് ഓഫ് ദ സൈറ്റ്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ബേസ് ഞങ്ങൾ ആക്ച്വലി ഈ സൈറ്റിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തൊരു വേസ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. So there were a lot of waste materials which we found from the site itself, which we have converted into different furnitures. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റെയർ റൂമിലാണ്. ആൻഡ് ഫോർ മീ ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സ്പേസ്. ഇതിൻ്റെ സീലിംഗിൽ വി ഹാവ് പ്രൊവൈഡഡ് സം വുഡൻ ലോക്സ് വിച്ച് വാസ് ആക്ച്വലി എ വേസ്റ്റ് മെറ്റീരിയൽ വിച്ച് വാസ് കളക്റ്റഡ് ഫ്രം ദ സൈറ്റ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇസ് ഗ്ലാസ്. സോ ത്രൂ ഔട്ട് ദ ഡേ നമുക്കൊരു ലൈറ്റ് ആൻഡ് ഷാഡോ പാറ്റേൺ ഈ റൂമിൽ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇൻ ദ മോർണിംഗ് ടൈം it falls on the wall behind me. In the afternoon time, it shifts to the other wall, and the evening time, it shifts to the opposite wall. So you can see a complete drama which is happening inside the space. So this actually acts like a sundial, and it helps the client to gauge the time within the house. ഇവിടെയായിട്ടാണ് നമ്മൾ സ്റ്റെയർ ഏരിയ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ ഏരിയയുടെ താഴെ നമ്മൾ കുറച്ച് പെബിൾസ് കൊടുത്ത് കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കയറി സ്റ്റെയറിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മൾ മെയിൻ ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയനോട് അക്കോമഡേറ്റ് ചെയ്ത് നമ്മളൊരു പൗഡർ റൂമും കൊടുത്തിട്ടുണ്ട്. ആ പൗഡർ റൂമിനും നമ്മൾ സെയിം ആക്സസ്, അതായത് ബാക്കിലേക്കുള്ള ആ ടെറൈനിന് നല്ല രീതിയിലൊരു വ്യൂ കിട്ടാനായിട്ട് നമ്മൾ ബാക്കിൽ പൗഡർ റൂമിൻ്റെയും ഒരു വാള് ഗ്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ റൂം ആക്സസ് ചെയ്ത് നമ്മൾ മേലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ ബെഡ്റൂം വരുന്നുണ്ട്. മെയിൻ ബെഡ്റൂമും ഇതുപോലെ തന്നെ നമ്മളൊരു ബ്രിഡ്ജ് ത്രൂ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രീറ്റഡ് കോക്കനട്ട് വുഡിൻ്റെ ഫ്ലാങ്സ് ആണ് നമ്മൾ ആ ബ്രിഡ്ജിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ സ്റ്റെപ്പ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോഴും നമുക്ക് ആ വ്യൂ ടു ദി ഔട്ട് സൈഡ് വെരി മച്ച് റിവീൽസ്. ലൈക്ക് ഈച്ച് സ്റ്റെപ്പ് യു ടേക്ക് നമുക്ക് ആ ഒരു വ്യൂ നല്ല രീതിയിൽ റിവീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ ഒരു ഗ്ലാസ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ആ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് ആ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നമുക്ക് ആ ഓരോ വ്യൂസ് റോക്കി ടെറൈൻ്റെ ആ ഓരോ വ്യൂസും റിവീൽ ചെയ്ത് വരുന്നുണ്ട്. ഈ സ്റ്റെയർ കയറി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് ആക്സസ്. അതുപോലെ തന്നെ ആ ബ്രിഡ്ജ് ത്രൂ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ബാൽക്കണി സ്പേസിലേക്കും ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ ടുവേർഡ്സ് ദി ചെമ്പറ പീക്കും അതുപോലെ തന്നെ നല്ലൊരു വ്യൂ ടു ദി നമ്മുടെ റോസ്വുഡ് ട്രീയിലേക്കും നല്ലൊരു ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ മെയിൻ ബെഡ്റൂം സ്പേസ് ആയിട്ട് വരുന്നത് ഈ ഫസ്റ്റ് ഫ്ലോറിലാണ്.
ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ ബെഡ്റൂം സ്പേസിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും സ്പേഷ്യസ് ബാത്റൂമാണ്. ലൈക്ക് നമുക്കിവിടെ ഒരു വാക്ക് ഇൻ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് സ്പേസിൻ്റെയും നമ്മൾ ആ വാള് ആ പുറത്തേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മളൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് എലമെൻറ്റ് ഓഫ് ദിസ് ഹൗസ് ഇതൊരു മഡ് പ്ലാസ്റ്റേഡ് വാളാണ്. ആൻഡ് ദ മഡ് വാസ് ടേക്കൺ ഫ്രം ദ സൈറ്റ് ആൻഡ് ഇറ്റ് വാസ് അപ്ലൈഡ് ബൈ ഹാൻഡ് ബൈ ദ ലോക്കൽ ട്രൈബ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഓഫ് വയനാട്. നമ്മൾ പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ടെക്സ്ചർ എന്നാണ്. ആൻഡ് ഫോർ us ദിസ് വാസ് ദ മോസ്റ്റ് സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ്. ഈ ഒരു മഡ് പ്ലാസ്റ്റർ ഫൈനൽ മിക്സിലോട്ട് എത്തിയത് ഞങ്ങൾ കുറച്ച് റിസർച്ചും കുറച്ച് ടെസ്റ്റിങ്ങും ചെയ്തിട്ടാണ്. സോ ദിസ് ഇസ് approximately 90% of mud and the rest is a small percentage of cement, lime and also laterite. ഇതിൻ്റെ എക്സ്റ്റീരിയറിലായിട്ട് വി ഹവ് പ്രൊവൈഡഡ് വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ്. സോ ആ ഒരു വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് നമ്മൾ ഒരു 2 years കൂടുമ്പോൾ നമ്മൾ റെഗുലർലി ചെയ്താൽ മതി. ലൈഫ് ലോങ് നമുക്ക് വേറെ പെയിൻറ്റിങ്ങോ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല. സോ ഉരുൾ ആക്ച്വലി ഒരു ഫ്രെയിം സ്ട്രക്ചറാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ. ഒരു ഫസ്റ്റ് ഫ്ലോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 90% കോൺക്രീറ്റ്. വാൾസ് എല്ലാം ചെയ്തിരിക്കുന്ന ലാറ്ററൈറ്റ് സ്റ്റോൺ ആണ് ആൻഡ് മഡ് പ്ലാസ്റ്റർ ഓൺ ഇറ്റ്. The light fixture that you see here is also a dominating element in this house. So ഇതിൽ ഓരോ ലൈറ്റ് ഫിക്ചേഴ്സും ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ ലോക്കൽ ക്രാഫ്റ്റ്സ്മാനെ കണ്ടുപിടിച്ച് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തൊരു ഡിസൈൻ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡൺ വിത്ത് കെയിൻ. ഈ ഒരു വാളിലും നിങ്ങൾ കുറച്ച് ആർട്ടിഫാക്ട്സ് കാണാം. സോ എവറി സിംഗിൾ എലമെൻറ്റ് ഇൻ ദിസ് ഹൗസ് ഇസ് കസ്റ്റമൈസ്ഡ്. ഈ ഒരു ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്ത ടൈലും ഇറ്റ് സംഹൗ സിംബലൈസസ് സാൻഡ്. നമ്മൾ മണ്ണിൽ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ടൈലിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു വാഷ് ബേസിൻ ഏരിയയിലും ആ ഒരു വാളിൽ കാണുന്ന ബ്ലാക്ക് ടെക്സ്ചർ ഇസ് ഓൾസോ എ റിഫ്ലക്ഷൻ ഓഫ് ദ റോക്കി ടെറൈൻ. ആ മിററിൻ്റെ ഒരു ഷേപ്പ് നോക്കിയാലും ഉരുൾ സിഗ്നിഫൈ ചെയ്യുന്ന ഒരു ഷേപ്പാണ് ആ മിററിന് നമ്മൾ കൊടുത്തേക്കുന്നത്. ആ ഒരു ഓവൽ ഇറഗുലർ ഷേപ്പ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെക്കൻഡ് ലൈഫാണ്. സെക്കൻഡ് ലൈഫ്, ഫസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി കാലം ഒരു ബെഡ് റെസ്റ്റ് ലൈഫ് പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഇനിയും ബെഡ് റെസ്റ്റ് ലൈഫ് പോവുകയാണെങ്കിൽ എനിക്ക് പ്രകൃതിനെ കാണണം എന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു മൈൻഡിനെ കണ്ടുകൊണ്ടാണോ അറിയാതെയാണോ എനിക്കറിയില്ല, എവിടെ കിടന്നു തരുന്നാലും നിങ്ങൾക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ വീട്ടിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ്. ഓരോ കാഴ്ചകളും ഓരോ സീനറീസാണ്. പിന്നെ സമയം വെച്ച് നോക്കുന്നതാണെങ്കിലും ഈ കാഴ്ചകളിലെന്ന് പറഞ്ഞാൽ വെറൈറ്റി ഓഫ് കാഴ്ചകളാണ്.